ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് സൈഡ് ഫാറ്റല്ലേ, സൈഡ് ഫാറ്റ് പിന്നെ ഇതാ ഈ ബാക്ക് ഇങ്ങനെ അവിടെ കുറച്ചിങ്ങനെ കൊഴുപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഈസി ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബെഡിലൊന്നും ഇതേപോലെ കാല സ്പേസ് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വയ്ക്കാൻ പറ്റുമോ അങ്ങനെ വയ്ക്കുക. അതല്ല നിങ്ങൾക്ക് ഇത്രത്തോളം സ്പേസിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതെ, നിങ്ങൾക്ക് ഇത്രേ പറ്റുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി, നമ്മളെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ അനുസരിച്ചാണ് നമുക്കങ്ങനെ വെക്കാൻ പറ്റുക. മാക്സിമം നിങ്ങൾ നോക്കുക കേട്ടോ വെച്ചിട്ട്. എന്നിട്ട് ഓപ്പോസിറ്റാണ് ടച്ച് ചെയ്യുന്നത് കേട്ടോ. അത് വലത് കാലിനാണെങ്കിൽ ഇടത്ത് കൈ. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുട്ടിൻ്റെ അവിടം വരെ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ അങ്ങനെ തന്നെ തുടങ്ങിക്കോളൂ. എന്നിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്തേക്കണം നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ആക്കാം. അതിൽ നിന്നാണ് നമ്മുടെ മാറ്റം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം നമ്മളെപ്പോഴും തിരിച്ചറിയുന്നത്. എങ്ങനെ നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്യണം നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എത്ര ചെയ്യുന്നു എന്നൊക്കെ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാൽപാദത്തിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുനിഞ്ഞ് പോയിട്ട് അങ്ങ് തൊടാൻ നിൽക്കരുത് കേട്ടോ. വളഞ്ഞ് ബുദ്ധിമുട്ടി അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഇതേപോലെ ഇങ്ങനെ നിവർന്നിരിക്കുക. അതായത് അരക്കെട്ടിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ടേൺ ചെയ്തെടുക്കേണ്ട. അല്ലാണ്ട് നമ്മൾ കുനിഞ്ഞിട്ട് പോയിട്ട് അവിടെ ടച്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അത് നമ്മൾ പിന്നെ ചെയ്യുന്നതിന് ഉപയോഗമില്ലല്ലോ. ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് വേണം നമ്മളിങ്ങനെ അരക്കെട്ടിങ്ങനെ കറക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് കേട്ടോ. അതാണ് ശരിയായ രീതി. അപ്പോൾ മാത്രമേ നമ്മൾ ആ ഭാഗം അരക്കെട്ടിൻ്റെ ഭാഗം നന്നായിട്ട് ഒതുങ്ങി വരുള്ളൂ കേട്ടോ. അതിങ്ങനെ നമ്മൾ തിരിയുവാണ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോഴാണ് ശരിക്കും നമുക്കവിടെ അവിടെ നല്ല ഷേപ്പാവുന്നത്. അപ്പോൾ അങ്ങനെ വേണം ടച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ തുടങ്ങിക്കോളൂ. മെല്ലെ നമുക്ക് മാറ്റം ഉണ്ടായിക്കോളൂ കേട്ടോ. അങ്ങനെ സെക്കൻഡ് വരുന്നത് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ കൈ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എടുത്തിട്ട് ഇവിടെ അല്ല വെക്കേണ്ടത്, കുറച്ച് പുറകിലേക്ക് വേണം വെക്കാനായിട്ട് കണ്ടോ. എങ്കിലും നമ്മൾ വീണ്ടും ഈ അരക്കെട്ടിൻ്റെ ഭാഗം നന്നായിട്ട് തിരിയുള്ളൂ കണ്ടോ. മറ്റേ നമ്മൾ കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നുമില്ല കണ്ടോ. ഇങ്ങനെ തിരിയണം കണ്ടോ. ഇതേപോലെ കുറച്ച് ബാക്കിലോട്ട് വേണം നമ്മുടെ കൈ ഇങ്ങനെ വെക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ കണ്ടോ. ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് കേട്ടോ. ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാനായിട്ട്. എന്ന് വെച്ചിട്ട് പ്രായമുള്ളവർക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, പ്രായമുള്ള കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലവർക്ക് നിന്നൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന മൂന്നാമത്തത് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ നിന്ന് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്മളെ ഈ സൈഡ് ഫാറ്റിനൊക്കെ വേണ്ടിയിട്ട്, ബാക്ക് ഫാറ്റിന് വേണ്ടിയിട്ടൊക്കെ നിന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ഇതേപോലെ കൈ ഇങ്ങനെ കുത്തി സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഒരു ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ കൊഴുപ്പ്, അതൊക്കെ കുറേയായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, എണ്ണം കൂട്ടി ചെയ്യണം കേട്ടോ എപ്പോഴും. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 10 തൊട്ട് പറ്റുന്നുള്ളെങ്കിൽ ഓക്കെ, അപ്പോൾ ആയിക്കോളൂ 10. പിന്നെ അതിന് മെല്ലെ 15 ആക്കുക, 20 ആക്കുക, 30 ആക്കുക, അങ്ങനെ എടുക്കുക, 50 എടുക്കുക. പോകെ നമ്മൾ 100 എത്തിക്കാൻ നോക്കണം എപ്പോഴും. നമ്മൾ എത്രത്തോളം ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ബലം ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കുക, 1 മണിക്കൂറൊക്കെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഇപ്പോൾ 1 മണിക്കൂർ ചെയ്യാൻ പറ്റാത്തവർ അരമണിക്കൂറെങ്കിലും ചെയ്യണം. പക്ഷേ 1 മണിക്കൂർ കൂടുതൽ നിങ്ങളെ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് എളുപ്പമേ ചെയ്ത് എടുക്കാൻ നോട്ട്. ഇപ്പോൾ രാവിലെ വൈകിട്ടും അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ വൈകുന്നേരവും ചെയ്യാം, രാവിലെ സമയം ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യാം. എപ്പോൾ ചെയ്യുമ്പോഴും 1 മണിക്കൂർ ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പോകെ നമ്മുടെ ശരീരം മാറ്റം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ നമ്മൾ ഇതുപോലുള്ള വർക്ക് ചെയ്താണ് മാറ്റം. അത് എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ചാനൽ അതിരക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കനോടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കണേ. ഓളിലൊക്കെ പിടിച്ചില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.